അതെന്താ വേണ്ടേ? അപ്പാപ്പ ഉണ്ടാക്കാ? ഞാൻ അപ്പാപ്പ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? അതിന് ഞാൻ എടുത്തത് കാബൂളി കടല, പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഓട്സ്, ചെറുപയർ, മക്കാന, മസൂർ ദാൽ, സോയാബീന്, പിന്നെ ഗ്രീൻ പീസ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു കട്ടിയുള്ളൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഫസ്റ്റ് ഗ്രീൻ പീസാണ് ഇട്ടത്. ഞാൻ അത് കഴുകിയിട്ടാണ് കേട്ടോ വറുക്കുക. ഗ്രീൻ പീസ്, പിന്നെ ചെറുപയർ, മസൂർ ദാൽ, അങ്ങനെ കഴുകാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴുകിയിട്ടാണ് വറുക്കുക. ഇത് കുറച്ച് കാലം എടുത്ത് വെക്കേണ്ടതും പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഞാനത് കഴുകാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴുകിയിട്ടാണ് വറുക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും വറുക്കുമ്പോൾ. മറ്റേതാണെങ്കിൽ ഡ്രൈ ആണല്ലോ ആദ്യമേ, അപ്പോൾ അതുകൊണ്ട് വേഗം വറുത്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഓരോന്നോരോന്ന് വറുത്ത് അത് മാറ്റി അടുത്തത് വറുത്ത് അങ്ങനെ മാറ്റി കഴുകി പിന്നെ വറുത്ത് അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം പതുക്കെ ഓരോന്ന് ചെയ്യുക, കരിഞ്ഞു പോകാതെ നോക്കുക. ചെറിയ മക്കളെയൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ പറഞ്ഞാൽ എന്തൊരു പാടാണല്ലേ. അതാണ് ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയ നോക്കുന്നത്. നമ്മളല്ലാതെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കും, പിന്നെ വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലെത്തിക്കോളും. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു നേരമാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോന് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നേരം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അല്ലാത്ത സമയത്ത് മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ഓരോന്ന് വേറെ ടൈപ്പ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ നോക്കും. കുറേ കഴിക്കും, കുറേ കഴിക്കില്ല. എല്ലാവരും മക്കളെ പോലെ തന്നെ. ഈ അങ്കി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അതാകുമ്പോൾ വലിയ പണിയൊന്നും എടുക്കണ്ടല്ലോ, വായിലേക്ക് ഇട്ടാൽ വേഗം ഇറക്കാമല്ലോ. അതുകൊണ്ട് ഈ അങ്കി കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതേപോലെ കുറച്ച് അധികം ധാന്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതായാലും കഴിക്കുകയാണല്ലോ, അപ്പോൾ ഇതും കൂടി അങ്ങ് കഴിച്ചോട്ടെ വിചാരിക്കും. പിന്നെ ഇത്രയും ധാന്യങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ ആദ്യം ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാവും, ചിലർക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ മേലൊക്കെ വരും. അപ്പോൾ ആദ്യം ഇതെല്ലാം വേറെ കൊടുത്തു നോക്കണം. കൊടുത്തു നോക്കുന്ന പറഞ്ഞാൽ ഒരാഴ്ചയിൽ 4 ദിവസമെങ്കിലും അടുപ്പിച്ചിട്ട് കൊടുത്തു നോക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഓരോന്നും വേറെ തന്നെ ഇഹാന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഫുഡ് കൊടുക്കുകയാണെങ്കിലും ആദ്യം കുറച്ച് ദിവസം അടുപ്പിച്ച് ട്രൈ ചെയ്തിട്ട് വേണം പിന്നെ അത് സ്ഥിരമാക്കാൻ. എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാവും ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കാൻ പറ്റും. പിന്നെ മക്കൾക്കൊക്കെ പെട്ടെന്ന് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നതാണ് നല്ലത്. 1 വയസ്സ് കഴിഞ്ഞിട്ട് അത് കൊടുക്കുള്ളൂ, അങ്ങനെയൊന്നും കൊടുക്കാത്തതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അവർക്ക് നല്ലതാണ്. എന്തിനാണ് വെറുതെ എക്സ്ട്രാ മരുന്നൊക്കെ കൊടുക്കുന്നത്? അതിന് എല്ലാം ഈ ഭക്ഷണത്തിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ പോലെ. പിന്നെ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ തന്നെ അവരും പറയുന്നതാണ്, പീഡിയാട്രീഷ്യനൊക്കെ പറയാതാണ്, 1 വയസ്സിന് മുന്നേ നമ്മൾ കഴിക്കുന്ന, അതായത് അച്ഛനും അമ്മയും കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അവർ ടേസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ 1 വയസ്സാകുമ്പോഴേക്ക് അമ്മ കഴിക്കുന്നതിൻ്റെ പകുതി ഭക്ഷണം മക്കൾ കഴിക്കണം എന്നാണ് പറയുക. പക്ഷെ അതൊന്നും അവർ കഴിക്കില്ല. എന്നാലും നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാമല്ലോ, ടേസ്റ്റ് നോക്കാമല്ലോ. പിന്നെ ഈ 2 വയസ്സിനുള്ള അവർക്ക് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുന്നു, എന്ത് ടേസ്റ്റ് നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ അങ്ങനെ ഇടവിട്ട് കൊടുക്കുന്നോ ആ ടേസ്റ്റ് അവർക്ക് എന്നും അവരുടെ ഉള്ളിലുണ്ടാവും പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ടേസ്റ്റിനോട് അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും. കാരണം അവർക്ക് ഫെമിലിയറാണ് ആ ടേസ്റ്റ്, അതുകൊണ്ട് അവരത് കഴിക്കാൻ ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ തീരെ കൊടുക്കാതെ പെട്ടെന്ന് നമുക്കൊരു ഭക്ഷണം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 വയസ്സിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 3 വയസ്സിനുള്ളിൽ മാക്സിമം നമ്മൾ എല്ലാ ടേസ്റ്റും അവരെ കൊണ്ട് കഴിപ്പിക്കുന്നതാണ് നല്ലത്. ഓട്സ് ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ തണയാൻ വെച്ചത്. അതുപോലെ അതിൻ്റെ കൂടെ ഞാൻ മക്കാനയും കൂടി ഇടുന്നുണ്ട്. ഞാൻ ആദ്യം കഴുകി വറുക്കേണ്ടതാണ് ചെയ്തത്. ആദ്യം കഴുകി പിന്നെ അതൊക്കെ വറുത്തെടുത്തതിന് ശേഷമാണ് പിന്നെ മക്കാന, ഓട്സ് അതൊക്കെ വറുത്തത്. അപ്പോൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തണയാൻ വെക്കണം. നല്ലോണം തണുത്തതിന് ശേഷം ഇത് പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം ഞാൻ മക്കാനയും ഓട്സുമാണ് കേട്ടോ പൊടിക്കുന്നത്. ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത സെറ്റ് ഇടാം, നമ്മളുടെ ധാന്യങ്ങളുടേത്. അപ്പോൾ ഇത് കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ 3 എണ്ണമായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം പല്ലൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇഹാനെ വല്ലാതെ ഇത് പൊടിച്ച് നല്ല പൊടിയായിട്ട് കൊടുക്കാറില്ല. ചെറിയൊരു പൊടി തരി ഉണ്ടാവും. പിന്നെ ഞാനിത് തരിക്കൊന്നുമില്ല കേട്ടോ. ഇത് തരിക്കാതെയാണ് ഞാനിത് ഉപയോഗിക്കാറ്. കാരണം നമ്മൾ ഇനി മക്കൾ എന്ന് കഴിക്കുകയാണെങ്കിലും ഇത് ഫുള്ളായിട്ട് തന്നെയല്ലേ കഴിക്കുള്ളൂ. അല്ലാതെ അത് ഒഴിവാക്കിയിട്ടൊന്നുമല്ലല്ലോ, ഒന്നും തൊലിയോ അല്ലെങ്കിൽ കരടോ ഒന്നും ഒഴിവാക്കിയിട്ടല്ലല്ലോ അവർ വലുതായാലും കഴിക്കുക. അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ എല്ലാം ഞാൻ അവന് ഫുള്ളായിട്ടാണ് കൊടുത്തത്. മുത്താറിയാണെങ്കിലും നവരയാണെങ്കിലും എല്ലാം ഫുള്ളായിട്ടാണ് കൊടുത്തത്. അതിൻ്റെ ഒന്നും പോക്കാതെ തന്നെ കൊടുത്തത്.
അപ്പോൾ ഇതും അങ്ങനെ ഞാൻ തരിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ ആയതാണല്ലോ, അപ്പോൾ 1.5 വയസ്സായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിക്കുന്നല്ലോ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തരിച്ചിട്ടൊന്നുമില്ല ഇത്. അങ്ങനെ ഫുള്ള് സെറ്റും പൊടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കി, ഉണ്ടാക്കി നോക്കിയിട്ട് അവനെങ്ങനെ ഇഷ്ടപ്പെട്ടോ നോക്കണ്ടേ. അപ്പോൾ ആ പൊടിയും അത് കുറച്ചെടുത്ത് അതിൻ്റെ കൂടെ ഞാനിത് മുത്താറി പൊടിച്ചതാണ്. മുത്താറി കുതിർത്തിട്ട് മുളപ്പിച്ച് പിന്നെ അത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് പൊടി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നവര പൊടിച്ചതുമാണിത്, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പാലിലാണ് തിളപ്പിക്കുന്നത്. വെള്ളത്തിലും തിളപ്പിക്കാം കേട്ടോ, ഞാൻ പാലിലാണ് അവന് കൊടുക്കാറ്. പാൽ അല്ലാതെ കുടിക്കില്ല, ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ അങ്കി പോലെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഡേറ്റ്സിൻ്റെ പൗഡറാണ്, ഡ്രൈ ആയുള്ള ഡേറ്റ്സിൻ്റെ പൗഡർ. അത് ഞാൻ പൊളിച്ചിട്ട് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് പനശർക്കരയാണ്, അത് ഉരുക്കി വെച്ചതാണ്. അത് കുറച്ച് ചെറിയൊരു മധുരത്തിന് വേണ്ടി. പിന്നെ നെയ്യൊക്കെ കഴിക്കുന്ന മക്കളാണെങ്കിൽ നെയ്യൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യും ആഡ് ചെയ്യാം, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അവർക്ക്. പിന്നെ ഞാനിങ്ങനെ പൊടിച്ച് വെച്ച ടിന്നിൻ്റെ മേലെ ഞാൻ എന്തൊക്കെയാണ് അതിൽ പൊടിച്ചതെന്നുള്ളത് അതിൻ്റെ പേര് മൊത്തം എഴുതി. ഞാൻ ഭക്ഷണം കൊടുത്താലോ? അങ്കിൻ്റെ ടേസ്റ്റ് മാറിയപ്പോൾ മുഖം കണ്ടോ? സൂപ്പറാണോ? അടിപൊളിയാണോ? സൂപ്പർ. അത് വേണ്ട. ഇതുപോലത്തെ വീഡിയോസിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.